കാര്യമായിട്ടുണ്ട്. പൈസയൊന്നും കൈമിൽ നിൽക്കില്ല. നല്ല മനസ്സും മനസ്സ് തുടങ്ങിയാണ്. 200 റുപ്യൻ്റെ കാര്യമല്ല എനിക്ക് കൈ നോക്കി. ആരോഗ്യ ക്ഷീണങ്ങളുള്ള കയ്യാണ്. മനസ്സിലായി? ഒരു ടീച്ചറെ കയ്യാ കേട്ടോ, ജോലിക്ക് അർഹതയിലെ കയ്യാ, സ്വന്തം ആശ്രയിച്ച് ജീവിക്കേണ്ട കയ്യൊന്നല്ല. മനസ്സിലായി? ഭർത്താവിനെ ഭരിക്കാനോ ഭർത്താവിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനോ ഭർത്താവിനെ അടക്കി ഭരിച്ച് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനോ ശ്രമിച്ച മോളല്ല. ഒന്നിനും വേദനിപ്പിക്കാൻ പോക്കില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ നന്നാവണമെന്നും സന്തോഷിക്കണമെന്നും അച്ഛനമ്മക്കൊരു താണായിട്ടും തണലായിട്ട് അവനെത്തണമെന്നും ആഗ്രഹിക്കുന്ന നമ്മളാണ്. മനസ്സിലായില്ലേ? എത്രയോ പണം നിൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിലനിർത്താൻ പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് കാര്യം. നമ്മൾ എവിടെയാ പോകുന്നു, എവിടെയാ വരുന്നു, എന്താ കാര്യങ്ങൾ, എന്താ സംഗതികൾ, മേൽനോട്ടങ്ങളും ഭയങ്കര CID വർക്ക് ചെയ്യാൻ, അതൊക്കെ ശ്രദ്ധിച്ച് കാര്യം പരിഹരിച്ച വിഷമങ്ങളൊന്നും വരില്ല. ദേവി വിളിച്ചാൽ വിളിപ്പറക്കേക്കുന്നു കേട്ടോ. പൈസ പണങ്ങൾ കൈമിൽ വരാനും ഇരിക്കുന്ന ഭവന ഭൂമിക്ക് എന്നും മാറ്റങ്ങൾ വരാനും സ്വന്തമായ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനും നല്ല യാത്രാപരമായ കാര്യങ്ങൾ പരിഹരിക്കാനും ഭർത്താവ് ബിസിനസ്സുപരമായ കാര്യത്തിൽ ഉയർന്ന് ജീവിക്കപ്പെടാനും തടസ്സങ്ങളൊന്നും ഇല്ലാതെ കണ്ട് സ്വന്തമായ വാഹനത്തോടുകൂടി ജീവിതത്തോടുകൂടി എല്ലാ സെറ്റപ്പോടുകൂടി കാര്യം പരിഹരിക്കാനുള്ള സ്ഥാപന വരെ കുഞ്ഞുമക്കളെയൊക്കെയുണ്ട്. എവിടെ പോയാലും ദോഷം വരില്ല. കാര്യം വിജയിച്ച് നന്നാട്ടം വരെ അമ്മക്കും കൂടി കഴിയുന്ന ടൈം വരെ കൈക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം ക്ഷീണപ്പെട്ടവളാണ്. തടിയും പണ്ണും കാര്യവും മാത്രമേ ഇല്ലൂ. ജീവിതത്തിന് മുമ്പിൽ ദുഃഖങ്ങൾ വരെ കൈക്കുണ്ട്. കുടുംബത്തിൽ വിവാഹമുണ്ട്. മനസ്സിലായില്ലേ? അടിപൊളി വിവാഹ ജീവിതം, ഭവനത്തിൽ മാറ്റങ്ങൾ, യാത്രപരമായ കാര്യങ്ങൾ, ദൈവപരമായ തറവാട് ദൈവങ്ങൾ, ഇതൊക്കെ പരിഹരിക്കപ്പെട്ട് വിജയിച്ച് സന്തോഷവും സൗഭാഗ്യങ്ങളുമായി വരുമ്പോൾ എന്നും വരുമ്പോൾ അമ്മേനെ കാണണം. അന്നൊരു 1000 രൂപ കൈയോട് തരണം കേട്ടോ.